الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളെയും വിശദീകരിച്ച് സംസാരിക്കുകയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ പതിവായി ചെയ്യാറുള്ളത്. വിശുദ്ധ റമദാനിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സൂറത്തുൽ അഅല എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ചെറിയ ഒരു സൂറത്താണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് തുടങ്ങുന്ന ഖുർആനിലെ എല്ലാവർക്കും സുപരിചിതമായ ഒരു സൂറത്താണ് സൂറത്തുൽ അഅല. ചെറിയ നാള് തൊട്ടേ നമ്മൾ പഠിച്ചതിന് പുറമെ ഹിഫ്ള് നിലനിർത്തുക എന്നുള്ളതിന് ആവർത്തനം തക്റാർ വേണമല്ലോ. ഏതൊരു സാധനവും നമ്മുടെ ഹിഫ്ളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആവർത്തനം വേണം. ഖുർആന് പ്രത്യേകിച്ചു അങ്ങനെയാണ്. അത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ മറന്നുപോകും. അതുകൊണ്ട് ഖുർആൻ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനഃപ്പാഠമാക്കിയത് നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കണം. ഖുർആൻ പഠിച്ചത് മറന്നു പോകുന്നുള്ളത് ഹറാമാണ്. അപ്പൊ അതുകൊണ്ട് പഠിച്ചത് നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഖുർആൻ പഠിച്ചാൽ മതി. അപ്പൊ ഖുർആൻ പഠിച്ചത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഖുർആനിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, കുറെ ചെറിയ കാലത്ത് കുറെ പഠിച്ചു വെച്ചു, പിന്നെ അത് നമ്മൾ ഉപയോഗിച്ചില്ല, ഓതിയില്ല എങ്കിൽ ഖുർആനിനെ നെവർ മൈൻഡ് ചെയ്യലാണ്. നെവർ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഖുർആൻ ഖൽബിന്ന് വേഗം പോകും, നിൽക്കൂല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ പ്രായത്തിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ സൂറത്താണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂറത്ത്. പക്ഷേ ചെറിയ പ്രായത്തിൽ മനഃപ്പാഠമാക്കിയത് പലർക്കും ഇപ്പോൾ ഓതുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. ചില ആളുകൾ ഓർമ്മയിൽ ഉണ്ടാകൂല, ചെറിയ സൂറത്ത് ആണെങ്കിൽ പോലും. അത് ആവർത്തനം ഇല്ലാത്തത് കൊണ്ടാണ്. തക്റാർ വേണം, ആവർത്തിച്ച് എപ്പോഴും ഓതണം. എന്നാൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള ഈ സൂറത്ത് എല്ലാ വെള്ളിയാഴ്ചയിലും ഒട്ടുമിക്ക പള്ളികളിലുമൊക്കെ ജുമുഅയും മുനാഫിഖൂനെയും ഓതൽ സുന്നത്തുണ്ട്. അല്ലെങ്കിൽ സൂറത്തുൽ അഅല സബ്ബിഹിസ്മയും ഹല്ലാത്താക്കയുമാണ് ഓതുന്നത്. അപ്പൊ ഇങ്ങനെ പള്ളികളിൽ നിന്ന് ജുമുഅക്ക് കേട്ട പരിചയത്തിൽ അത് ആവർത്തിച്ച് എല്ലാ ആഴ്ചയിലും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കെല്ലാവർക്കും ഓർമ്മയിൽ എപ്പോഴും ഉള്ള സൂറത്ത് കൂടെയാണ് സൂറത്തുൽ അഅല എന്നുള്ള ഈ സൂറത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമുള്ള സൂറത്തായിരുന്നു ഈ സൂറത്ത്. ഈ സൂറത്തിൽ 19 ആയത്തുകളാണുള്ളത്. 72 കലിമത്തുകളുണ്ട്. 291 ഹർഫുകളും അടങ്ങിയ ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ അഅല എന്നുള്ള സൂറത്ത്. തസ്ബീഹ് ചൊല്ലുക, സബ്ബഹ യുസബ്ബിഹു എന്നൊക്കെ പറയല്ലോ. അങ്ങനെ ഉള്ള പദം കൊണ്ട് തുടങ്ങുന്ന പല സൂറത്തുകളും ഖുർആനിലുണ്ട്. പല ആയത്തുകളുമുണ്ട്. യുസബ്ബിഹു ലില്ലാഹി, സബ്ബിഹിസ്മ, ഇങ്ങനെ തുടങ്ങിയ പല ആയത്തുകളും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു സൂറത്താണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ എന്ന് തുടങ്ങുന്ന സൂറത്ത്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ 3 ആയത്ത് മാത്രമാണെന്ന് പറയുന്നുള്ളൂ. 3 ആയത്ത്, ചെറിയ ചെറിയ ആയത്തുകളാണ്. ആയത്തിന് വലിയ ഗാംഭീര്യവും അർത്ഥവ്യാപ്തിയുമുള്ള ആയത്തുകളാണ്. നോക്കൂ നിങ്ങൾ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്താണ് അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, നബിയെ, അല്ലാഹുവിന്റെ നാമത്തെ ഉയരങ്ങളിലേക്ക് അങ്ങ് വാഴ്ത്തുക. അല്ലാഹുവാണ് ഇവിടെ ഏറ്റവും വലിയ ഉയർന്നവൻ, എല്ലാവരെക്കാളും ഉയർന്നവൻ അല്ലാഹുവാണ്.
അള്ളാഹുവിന്റെ നാമം എല്ലാറ്റിനേക്കാളും ബഹുമതിയുള്ളതാണ്. അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്ത് എല്ലാ സമയത്തും അള്ളാഹുവിനെ പരിശുദ്ധനും പരമോന്നതനുമായി നമ്മൾ വെക്കണം. ഈ ആയത്തിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് പറഞ്ഞ ഈ ആയത്തിനെ തന്നെ വിശദീകരിച്ച് തഫ്സീറുകളിൽ ഇമാം ഖുർത്തുബിയും ഇബ്നു കസീറും അടക്കമുള്ള റാസിയും അടക്കമുള്ള വലിയ മഹാന്മാർ അവരുടെ തഫ്സീറുകളിൽ ഈ ആയത്തിനെ മാത്രം വിശദീകരിച്ച് പല ആശയങ്ങളും എഴുതിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ച ഹദീസുകളെ മഹാന്മാരായ ഇമാമികളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബു ഹാദിഹി സൂറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്നുള്ള ഈ സൂറത്തിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്തേ ഈ സൂറത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇത്രയും അധികം ഈ സൂറത്തിന് ഇഷ്ടപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് തന്നെയാണ്. അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക എന്നുള്ളത് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരൊറ്റ ആയത്ത് മതി നമ്മളെ തസ്ബീഹ് നിരന്തരം നമ്മൾ ചെല്ലാനുള്ള കാരണമാകാൻ. അല്ലാഹു തആല ഏറ്റവും ഉന്നതനാണ് എന്നുള്ള അർത്ഥം നമ്മൾ നല്ല പോലെ മനസ്സിലാക്കിയാൽ തസ്ബീഹ്, അള്ളാഹുവിനെ എപ്പോഴും നമ്മൾ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയും അവനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ഈ അർത്ഥത്തെ നമ്മളൊന്ന് നല്ല പോലെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു ഹാദിഹി സൂറ, ഈ സൂറത്തിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്ന് അലിയാര് തങ്ങൾ പഠിപ്പിച്ചു തരാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയല്ലേ, നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുന്നാൾ നിസ്കാരങ്ങളിൽ ഈദൈനിൽ, ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളിലും തങ്ങൾ നിസ്കരിച്ചപ്പോൾ ഓതിയ സൂറത്ത് ഏതാണ്? മഹാനരായ അനി നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫിൽ ഈദൈനി, രണ്ട് പെരുന്നാളിന്റെയും നിസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത് ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅ്ലയായിരുന്നു. രണ്ടാമത്തേത് ഹൽ അതാക ഹദീസുൽ ഗാശിയ, രണ്ടാമത്തേതിൽ ഹൽ അതാക എന്നുള്ള നമ്മൾ സാധാരണ ഓതുന്ന സൂറത്തുമായിരുന്നു. ഈ രണ്ട് സൂറത്തുകളുമാണ് തങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ സന്തോഷത്തിന്റെ ദിവസമായ ഈദൈൻ, രണ്ട് ദിവസങ്ങളാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാൻ സന്തോഷിക്കാനുള്ള അള്ളാഹു നിശ്ചയിച്ചു വെച്ച രണ്ട് ദിവസങ്ങളാണ് ഈദൈൻ. ഈ രണ്ട് സന്തോഷത്തിന്റെ ദിവസങ്ങളിലെ നിസ്കാരങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്ത സൂറത്തിൽ ആദ്യത്തെ റക്അത്തിലെ സൂറത്തുൽ അഅ്ലയാണ്. അപ്പൊ സന്തോഷം വല്ലാതെ ഇതിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് തങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തത്. നോക്കൂ നിങ്ങൾ, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫിൽ വിത്രി, വിത്ർ നിസ്കാരത്തിലും അങ്ങനെ തന്നെയാണ് തങ്ങൾ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല ഓതിയിരുന്നു. വഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതിയിരുന്നു. വഖുൽ ഹുവല്ലാഹു അഹദ് വ മുഅവ്വിദതൈനി, അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദും അതുപോലെ തന്നെ മുഅവ്വിദതൈനി ഫലഖും നാസും ഓതിയിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പൊ തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു സൂറത്തായിരുന്നു ഈ സൂറത്തുൽ അഅ്ല എന്ന് പറയുന്ന സൂറത്ത്. നോക്കൂ നിങ്ങൾ, രണ്ട് പെരുന്നാളിലും വിത്റിലും അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിയ സൂറത്താണ് സൂറത്തുൽ അഅ്ല. അപ്പൊ അല്ലാഹുവിന്റെ നാമത്തെ വാഴ്ത്തണം, വാഴ്ത്തപ്പെടണം എന്നുള്ളതിന് സൂചകമായിട്ടുള്ള ആയത്താണ് നബിയെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ നാമങ്ങൾ എഴുതിയാൽ ആ നാമത്തിന് ബഹുമാനുണ്ട്. ആ നാമം എത്രത്തോളം നമുക്ക് ബഹുമാനിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അസ്മാഉൽ ഹുസ്ന എഴുതിയ ഒരു ചാർട്ട്
അത് വേറെ ഏതൊക്കെയോ പുസ്തകങ്ങളുടെ അടിയിൽ കൊണ്ടുപോയി വെക്കാനുള്ളതല്ല. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ അള്ളാഹ് എന്നുള്ള ഒരു ഇസ്മിന് തന്നെ വലിയ പവിത്രതയുണ്ട്. പലപ്പോഴും അസ്മാഉൽ ഖുർആൻ നമ്മൾ സൂക്ഷിക്കാറുണ്ട്, മുകളിൽ വെക്കും. അസ്മാഉൽ ഹുസ്ന എഴുതിയ പേജോ ഏടോ ചാർട്ടോ ഏതെങ്കിലുമൊക്കെ ബുക്കിന്റെ അടിയിൽ വെച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ നാമങ്ങൾ എഴുതിയ ആ പേപ്പറിനോട് നമുക്ക് വലിയ ബഹുമാനം വേണം. അള്ളാഹ് ഒരു നാമമല്ല, അതിൽ 99 ഇസ്മുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മിന് വലിയ ബഹുമാനം നമ്മൾ കൊടുക്കണം. ബാത്റൂമുകളിൽ വിസർജ്യ സ്ഥലങ്ങളിലേക്ക് വരെ കൊണ്ടുപോകാൻ പാടില്ല എന്നല്ലേ എഴുതിയ ആ എഴുത്തുമായി, അള്ളാഹുവിന്റെ നാമം എഴുതിയ എഴുത്തുമായിട്ട് നമ്മൾ ശൗചാലയത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇന്ന് വാഷ്റൂം എന്നാണ് പുതിയ പേര് അല്ലെ, വാഷ്റൂം എന്നല്ലേ പറയാം. കംഫർട്ട് സ്റ്റേഷൻ ആയിരിക്കും KSRTC സ്റ്റാൻഡിലൊക്കെ എഴുതിച്ചിട്ടുണ്ടാവും. കംഫർട്ട് സ്റ്റേഷൻ എന്നാണ് എഴുതിച്ചിട്ടുണ്ടാവും. ബാത്റൂമിന് ടോയ്ലറ്റിന് അവിടെ പോയിട്ട് തരുന്ന കംഫർട്ട് സ്റ്റേഷൻ തരണം. ഇപ്പൊ വാഷ്റൂം എന്നാണ് പുതിയ ലോകം പറയുന്നത്. വാഷ്റൂം, ബാത്റൂമിൽ പോയി ടോയ്ലറ്റ് പോയി, ഇപ്പൊ വാഷ്റൂമാണ് പുതിയ ഇതിൽ ആണത്. അപ്പൊ ഏതായാലും അങ്ങോട്ട് നമ്മളിപ്പോ ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ തന്നെ ചില ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൊബൈൽ ഓഫാണ്, ഈ പ്രശ്നമൊന്നുമില്ല. മൊബൈൽ ഓഫാണെങ്കിൽ പ്രശ്നമില്ല. ഖുർആനിന്റെ അതിന്റെ ആപ്പ് അതിലുണ്ടാകും, ചിലപ്പോൾ എഴുത്തുണ്ടാവും. പക്ഷെ അതിൽ ഓഫായ സമയത്ത് തെളിയാത്തത് കൊണ്ടൊന്നും പ്രശ്നമില്ല. അതേ സമയത്ത് നമ്മൾ ചില ആളുകളുണ്ട്, സ്ക്രീനിൽ ലൈറ്റ് കത്തിയാൽ അള്ളാഹ് എന്നുള്ള പേര് തെളിഞ്ഞു വരും അല്ലെ. സ്ക്രീനിൽ ലൈറ്റ് കത്തുമ്പോൾ തന്നെ അള്ളാഹ് എന്നുള്ള പേര് തെളിഞ്ഞു വരും. ചില ആളുകൾ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വാൾപേപ്പർ തന്നെ അള്ളാഹ് എന്നാക്കി വെച്ചിട്ടുണ്ടാവും ചില ആളുകൾ. അങ്ങനെ ചില രീതിയിൽ അങ്ങനെ ആക്കി വെക്കും. അപ്പൊ നമ്മൾ ബാത്റൂമിലാകുമ്പോൾ ലൈറ്റ് കത്തുന്നത് അതിനോടുള്ള വലിയ അനാദരവാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് പരിപാലിച്ചു കൊണ്ടുനടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ തന്നെ ഫസ്റ്റ് വാൾപേപ്പർ ആക്കി വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വലിയ സംഗതി ഒന്നും ആവാൻ പോകുന്നില്ല. അത് ഓരോരുത്തർ വെക്കുന്നത്. പക്ഷെ അതിനോട് അതബുകളാവുന്നുണ്ടെങ്കിൽ ഇത് വെക്കാതിരിക്കല നല്ലത്. പറയുന്നത് മനസ്സിലായോ? അള്ളാഹ് എന്നുള്ള ഇസ്മിനോട് വലിയ ബഹുമാനം കാണിക്കണം. ആ ബഹുമതി കാണിച്ചത് കൊണ്ട് ബിശ്റുൽ ഹാഫിയ പോലെയുള്ള വലിയ മഹാന്മാരെ വലിയ വലിയ ഉന്നതികളിലേക്ക് എത്തിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹ് എന്നുള്ള നാമത്തിനോട് വലിയ ബഹുമാനം നമ്മൾ കാണിക്കണം. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹ് എന്നുള്ള പേര്, അള്ളാഹുവിന് പല പേരുകളുണ്ട്. അള്ളാഹുവിന്റെ ആ പേര് നമ്മൾക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന് ഒരുപാട് പേരുണ്ട്. കരീം എന്ന പേരുണ്ട്, റൌഫ് എന്ന പേരുണ്ട്, അതുപോലെ ഒരുപാട് പേരുകളുണ്ടല്ലോ. ഈ പേരുകൾ, അള്ളാഹുവിനുള്ള പേരുകൾ നമ്മൾ ഇടുമ്പോൾ അബ്ദുർ റൌഫ്, അബ്ദുൽ കരീം, അള്ളാഹുവിന്റെ അടിമ എന്ന് ചേർത്തിട്ടിടണം. അതാണ് അള്ളാഹുവിന്റെ 99 ഇസ്മുകളിൽ ഒരുപാട് പേരുകളുണ്ട്. അതൊക്കെ നമ്മൾ പേരിടുമ്പോൾ നമ്മളെ മക്കൾക്കോ മറ്റാർക്കെങ്കിലും പേരിടുകയാണെങ്കിൽ അബ്ദ് എന്ന് ചേർത്തിട്ടിടണം. അള്ളാഹുവിന്റെ പേര് നേരിട്ടിടാൻ പാടില്ല. വേറെ ഒന്നുകൂടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ നാമം അതിനോട് ബഹുമതി കാണിക്കണം. ബാത്റൂമുകളിലും അതുപോലെ തന്നെ ശുദ്ധിയില്ലാത്ത സ്ഥലങ്ങളിൽ അത് കൊണ്ടുപോകാൻ പാടില്ല. വെക്കുന്ന സ്ഥലങ്ങളിലും വൃത്തി വേണം. വെക്കുന്ന സ്ഥലങ്ങളിൽ വൃത്തി വേണം. പൊടിപടലങ്ങൾ പിടിച്ച് അസ്മാഉൽ ഹുസ്നയുടെ അള്ളാഹുവിന്റെ നാമങ്ങൾ എഴുതിയ ഏടുകൾ പൊടിപടലങ്ങൾ പിടിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കി വെക്കണം. ചളി പുലരണ്ടാൻ പാടില്ല, പൊടി ഉണ്ടാകാൻ പാടില്ല. അതിനോട് വലിയ ബഹുമതി കാണിക്കണം അള്ളാഹുവിന്റെ ഇസ്മിനോട്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഈ ഒരൊറ്റ ആയത്തിന്റെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, അള്ളാഹു ഏറ്റവും ഉന്നതനാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ ഉയരങ്ങളിൽ വെക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ നാമങ്ങളോട് വലിയ ബഹുമതി കാണിക്കേണ്ടതാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. ചില ആളുകള് മൊബൈലിൽ ട്യൂണ് വെക്കുമ്പോൾ ഈ പാട്ട് വെക്കും. ചില ആളുകൾ ബുർദന്റെ വരിയോ അല്ലെങ്കിൽ നല്ല ഖുർആനിന്റെ ആയത്ത് വെക്കും. ഇതൊക്കെ വെച്ചിട്ടും കക്കൂസിൽ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ ഓതും. അതുപോലെ ചില ആളുകൾ പാട്ട് വെക്കും. ഇതിലിറക്കാന്നല്ലേ മൊബൈൽ കമ്പനി എന്ന് ഏതെങ്കിലും ഒരു ട്യൂണ് തന്നിട്ടുണ്ടാവും. അത് തിരക്കേടില്ലാത്തൊരു സംഗതി വെച്ച് കഴിഞ്ഞാൽ ഒരാള് വിളിക്കേണ്ടതെന്ന് അറിയാനുള്ള ഒരു അലാമത്ത് ഉണ്ടായാൽ മതി. അതിന് നാളെ ഒരാൾ മയ്യത്ത് കൊണ്ടുപോകും, ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ. ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അവന്റെ പോക്കറ്റിൽ നിന്ന് അടിക്കണ ഫോണ് ലജ്ജാവതിയെ നിന്റെ കള്ളക്കള്ള അല്ലേ, എങ്ങനെ ഉണ്ടാവും? ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുപോവാ,
മന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്റെ പോക്കറ്റിൽ നിന്ന് പാടുന്ന പാട്ട് ഏതാ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്തരം പാട്ടുകളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഒരു അലാമത്ത്, ഒരാൾ നമ്മളെ വിളിക്കുന്നുണ്ട്, അത് അറിയാനുള്ള ഒരു അലാമത്ത് മതി. ഖുർആനിന്റെ ആയത്തുകൾ, നല്ല ബുർദയുടെ വരികൾ, ബാത്റൂമിൽ ഇരുന്നിട്ട് ആ ബുർദന്റെ വരികൾ ആരോ ഒരാൾ വിളിക്കുമ്പോൾ ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ എന്തിനുണ്ടാക്കണം? അപ്പൊ ഇതിനൊക്കെ ഒരു ബഹുമതി കൊടുക്കണമെന്നാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. ഈ നോക്കൂ നിങ്ങൾ, ഈ തസ്ബീഹിന് വലിയ പവറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിൽക്കുമ്പോൾ സാധുക്കളായ സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ, ഞങ്ങൾക്ക് സ്വതഖ ചെയ്തതിന്റെ പ്രതിഫലം കിട്ടുന്നില്ലല്ലോ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, സജീവമാണ്. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലെ, അതുപോലെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ വലിയ വലിയ പണക്കാരുണ്ട്, നല്ല ബടാ ഹാജിയന്മാര്, നല്ല പണക്കാര്, അവരിങ്ങനെ സ്വതഖ കൊടുക്കുന്നുണ്ട് നബിയേ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടാത്ത വിഷമമുണ്ട് നബിയേ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത പ്രതിവിധി എന്താണ്? നിങ്ങൾ ഇരുന്നിട്ട് തസ്ബീഹ് ചൊല്ലിക്കോ, നിങ്ങൾ ഇരുന്നിട്ട് തഹ്മീദ് ചൊല്ലിക്കോ, നിങ്ങൾ ഇരുന്നിട്ട് തക്ബീർ ചൊല്ലിക്കോ, അതെല്ലാം നിങ്ങളുടെ സ്വതഖയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തസ്ബീഹ് ചൊല്ലിയാൽ സ്വതഖന്റെ പ്രതിഫലമുണ്ട്, ഹംദ് പറഞ്ഞാൽ സ്വതഖയുടെ പ്രതിഫലമുണ്ട്, തക്ബീർ ചൊല്ലിയാൽ സ്വതഖയുടെ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധുക്കളായ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു വഴിയാണിത്. അതുകൊണ്ട് തസ്ബീഹ് ചൊല്ലിയാൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നിസ്കാരത്തിൽ നമ്മൾ ഈ ദിക്ർ ചൊല്ലുന്നുണ്ടല്ലോ, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അളീം, രണ്ടും ചൊല്ലുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഹാനരായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തങ്ങൾ പറയുന്നത് കേട്ടു ഈ ആയത്തിറങ്ങിയ സമയത്ത്. ഏതാണ് ആ ആയത്ത്? സൂറത്തുൽ വാഖിയയുടെ അവസാനം, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. ഈ ആയത്തിറങ്ങിയ സമയത്ത് ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഇജ്അലുഹാ ഫീ റുകൂഇകും, ഇത് നിങ്ങളുടെ റുകൂഇൽ നിങ്ങൾ ചൊല്ലേണ്ട ദിക്റാണ്. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് നമ്മൾ ചൊല്ലാറുണ്ടല്ലോ, അല്ലാഹുവിന്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന വലിയ ദിക്റാണത്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഫലമ്മാ നസലത്ത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, ആ സൂറത്തിന്റെ പരിപൂർണമായതിന് ശേഷമാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ഈ സൂറത്തിന്റെ തുടക്കം തന്നെ അല്ലാഹു തുടങ്ങിയത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലയാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാല തങ്ങൾ പറഞ്ഞു, ഇജ്അലുഹാ ഫീ സുജൂദികും, നിങ്ങളുടെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലണേ. ഒരു മനുഷ്യൻ, ഒരടിമ ഉടമയോട് അടുക്കുന്ന ഏറ്റവും കറക്റ്റ് പോയിന്റ് ഏതാന്ന് ചോദിച്ചാൽ സുജൂദാണ്. നിസ്കാരം അല്ലാഹുവിന്റെ മുമ്പിലുള്ള മുനാജാത്താൻ, സംഭാഷണമാണ്. പക്ഷെ ഒരു അടിമ ഒരു ഉടമയോട് ഏറ്റവും അടുത്ത സമയം ഏതെന്ന് ചോദിച്ചാൽ സുജൂദിലാണ്. അത്രയും അല്ലാഹുവിലേക്ക് ചേർന്ന് ലയിച്ചു നിൽക്കുന്ന സമയത്ത് ചെല്ലാൻ പറഞ്ഞ ദിക്ർ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, അല്ലാഹുവിന്റെ പരമോന്നതി ഉയർത്തിപ്പിടിക്കുന്ന ദിക്റാണ്. ആ ദിക്ർ എവിടെന്നാ വന്നത്? ഈ സൂറത്തുൽ അഅ്ലയുടെ ഒന്നാമത്തെ ആയത്ത് ഇറങ്ങിയ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ഈ സുജൂദിൽ കിടന്നിട്ട് ഈ ദിക്ർ ചൊല്ലണേ. സബ്ബിഹിസ്മ സൂറത്ത് ഓതുന്ന സമയത്ത് ചില ആയത്തുകൾ ഇതിന് ശേഷം നമ്മൾ ചില ദിക്റുകൾ ചൊല്ലാറുണ്ട്, നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സമയത്ത് ഓതുന്ന സമയത്തൊക്കെ, അല്ലേ? അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ എന്ന് ഓതുമ്പോൾ, അതുപോലെ തന്നെ ഹല്ലത്താക്ക സൂറത്ത് ഓതുമ്പോൾ അവസാനം
നമ്മൾ ഏറ്റവും അവസാനത്തെ ആയത്ത് എന്തായിരുന്നു? ഹല്ലത്താക്കയുടെ ഏറ്റവും അവസാനത്തെ ആയത്ത്, ഏറ്റവും അവസാനത്തെ ആയത്ത് ആർക്കാ പെട്ടെന്ന് പറയാൻ കിട്ടും? എപ്പോഴും ഓതുന്ന സൂറത്താണ്. ഏറ്റവും ഹല്ലത്താക്കയുടെ ഏറ്റവും അവസാനത്തെ സൂറത്ത് കിട്ടുന്നില്ലല്ലേ? കുറച്ച് കിട്ടിയിട്ടുണ്ട്. അല്ലാഹുമ്മ യസ്സിർ ഇസാബി നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ? ഏതാണ് അവസാനത്തെ ആയത്ത്? ഇപ്പോഴും കിട്ടിയില്ല. എപ്പോഴും കേൾക്കാറുണ്ട്, ശ്രദ്ധ കൊടുക്കാറില്ല. എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ശ്രദ്ധ കൊടുക്കാറില്ല. ആർക്കാ പറയാൻ പറ്റുക? ഏറ്റവും അവസാനത്തെ ആയത്ത് ഹല്ലത്താക്ക സൂറത്തിലെ ഓരോരുത്തർ തുടക്കം മുതലൊക്കെ ഓതി തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ലാസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഓതി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതാ? ഏതാ? കേട്ടില്ല. അപ്പൊ നമ്മൾ അല്ലാഹുമ്മ യസ്സിർ ഇസാബി എന്ന് നമ്മൾ ചൊല്ലാറില്ലേ? അത് ഖുർആനിലുള്ളതല്ല, അതൊരു ദിക്റാണ്. അതുപോലെ തന്നെ നമ്മള് വത്തീനി സൂറത്ത് ഓതുന്ന സമയത്ത് അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ ബലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. അപ്പൊ ഇതുപോലെയുള്ള ഒരു ചൊല്ലാനുള്ള ഒരു ദിക്ർ സബ്ബിഹിസ്മയിലുമുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് ഓതിയാൽ മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ വ്യാഖ്യാതാക്കളിൽ വലിയ മഹാനാണ്. ആ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖറഅ, തങ്ങൾ ഓതിയാൽ, ഏതോതിയാൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്നോതി കഴിഞ്ഞാൽ ഉടനെ തങ്ങൾ പറയാറുള്ള ദിക്ർ എന്താണ്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് ആ ആയത്ത് ഓതിയ ഉടനെ തന്നെ മെല്ലെ പറയാറുണ്ട്, എന്നിട്ടാണ് ബാക്കി ഓതാറുള്ളത്. അപ്പൊ നമ്മൾ ഈ അല്ലാഹുമ്മ യസ്സിർ ഇസാബി എന്നും അതുപോലെ തന്നെ ബലാ അന വഅലാ ദാലിക മിനശ് ഷാഹിദീൻ എന്നും ഒക്കെ ചെല്ലുന്നത് പോലെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്നോതിയാൽ അതിനുശേഷം ചെറിയ ശബ്ദത്തിൽ, ചെറിയ രീതിയിൽ ഇത് ചൊല്ലൽ സുന്നത്തുള്ള ഒരു ഭാഗം കൂടെയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് കേൾക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയൽ. മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു പള്ളിയിൽ ആദ്യമായിട്ട് ഇമാം വന്നപ്പോ ഉഷാറാക്കിയിട്ടുണ്ട്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് കൂട്ടി ഉറക്കം ഓതിയപ്പോ നാട്ടിൽ പ്രശ്നമാക്കി. ഈ മൗലവി ഒരു ആയത്ത് കൂട്ടിയിട്ടുണ്ട്, മുപ്പര് ഓതിയ തെറ്റാണ്. സബ്ബിഹിസ്മയിൽ ഒരു ആയത്തും കൂടി മുപ്പര് കൂട്ടി. സംഭവം അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണ്, ഓനാ പഠിച്ച രീതിയിൽ ഇത് സംഭവം ഉറക്കം ഓതി പോയതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഏതായാലും ഞാൻ ചുരുക്കി പറയാം. അപ്പൊ അള്ളാഹുവിന്റെ പേരിലുള്ള തസ്ബീഹ് അതിന് വലിയ പ്രതിഫലമുണ്ട്. റുക്കൂഇലും സുജൂദിലും ഒക്കെ ദിക്ർ കൊണ്ടുവരാനുള്ള കാരണം വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോഴാണ്. നോക്കൂ നിങ്ങൾ ഇതിന്റെ പ്രതിഫലം എന്താ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തങ്ങളുടെ ചോദ്യം, യാ ജിബ്രീൽ അഖ്ബിർനി ബിസവാബി മൻ ഖാല സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. ഒരാൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രതിഫലം ജിബ്രീലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഫീ സ്വലാത്തിഹി ഔ ഫീ ഗൈരി സ്വലാത്തിഹി, നിസ്കാരത്തിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ ഏത് സമയത്തായാലും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്നൊരാൾ ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലം എന്താണ് എന്ന് മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു. ഫഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, യാ മുഹമ്മദ്, ഓ നബിയേ, മാ മിൻ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ യഖൂലുഹാ ഫീ സുജൂദിഹി ഔ ഫീ ഗൈരി സുജൂദിഹി ഇല്ലാ കാനത് ലഹു ഫീ മീസാനിഹി അസ്ഖല മിനൽ അർശി വൽ കുർസി വജിബാലിദ് ദുനിയാ. ഒരു മുസ്ലിം ആകട്ടെ മുസ്ലിമത്താകട്ടെ, ആണായാലും പെണ്ണായാലും സുജൂദിലായാലും അല്ലാത്ത സമയത്തായാലും ഒരാൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന ദിക്ർ ചൊല്ലിയാൽ ഇല്ലാ കാനത് ലഹു ഫീ മീസാനി അസ്ഖല മിനൽ അർശി വൽ കുർസി വജിബാലിദ് ദുനിയാ.
അവന്റെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് അവനതാ നല്ല ഭാരം വേണല്ലോ നന്മയുടെ തുലാസിന്. ആ തുലാസിൽ ഭാരം തൂക്കുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലിയ മനുഷ്യന്റെ തുലാസിലെ ഭാരം അർശിനേക്കാൾ ഭാരമാണ്, കുർസിനേക്കാൾ ഭാരമാണ്. വജിബാലി ദുനിയാ, ഈ ദുനിയാവിൽ എത്രയെത്ര പർവ്വതങ്ങളുണ്ട്, ആ പർവ്വതങ്ങളുടെ വെയിറ്റ് എത്രയാണ്, അതിനേക്കാൾ വലിയ ഭാരം അവന്റെ മീസാനിൽ അല്ലാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞാൽ തീർന്നിട്ടുണ്ടോ? ഇല്ല, ആ പ്രതിഫലത്തിൽ നിന്നിട്ടില്ല. വയഖൂലുല്ലാഹു തആല, ഇത് കാണുമ്പോ അല്ലാഹു തആല പറയുകയാണ് സ്വദഖ അബ്ദീ, അല്ലാഹുവിനെങ്ങനെ വാഴ്ത്തുന്നത് അല്ലാഹു കാണുമ്പോൾ അല്ലാഹു പറയാണ് സ്വദഖ അബ്ദീ, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. അന ഫൗഖ കുല്ലി ഷൈഇൻ, ഞാൻ എല്ലാ വസ്തുക്കളുടെയും മുകളിലാണ്. വലൈസ ഫൗഖി ഷൈഉൻ, എന്നെക്കാൾ മുകളിൽ വേറെയൊന്നുമില്ല. അതുകൊണ്ട് ഇശ്ഹദൂ യാ മലായികതി അന്നീ ഖദ് ഗഫറതു ലഹു, അല്ലയോ മലക്കുകളെ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. അന്നീ ഖദ് ഗഫറതു ലഹു, ഈ മനുഷ്യന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. വഅദ്ഖൽതുഹുൽ ജന്നത, അദ്ദേഹത്തെ സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ ഞാൻ പെടുത്തിയിരിക്കുന്നു. ഫൈദാ മാത, അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാലോ സാറഹു മീകായീലു കുല്ല യൗമിൻ, എല്ലാ ദിവസവും മീകായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കൽ വരും. ഫൈദാ കാന യൗമുൽ ഖിയാമത്തി, അങ്ങനെ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഹമലഹു അലാ ജനാഹിഹി, അദ്ദേഹത്തിന്റെ ജനാഹിഹി, ആ മലക്കിന്റെ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകിൽ ഇരുത്തിയിട്ട് ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നു ഖിയാമത്ത് നാളിൽ. ഫഔഖഫഹു ബൈന യദയില്ലാഹി തആല, അല്ലാഹുവിന്റെ അടുക്കൽ എത്തിയിട്ട് അല്ലാഹുവിനോട് പറയുകയാണ് ഫയഖൂലു യാ റബ്ബ്, അല്ലയോ റബ്ബേ ശഫ്ഇനി ഫീഹി. ഫയഖൂലു ഖദ് ശഫഅതുക ഫീഹി, നമുക്ക് വേണ്ടി ശഫാഅത്ത് തേടുകയാണ് ഈ മലക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ. പഠിച്ചവനെ തസ്ബീഹ് ചൊല്ലിയ മനുഷ്യനാണ്, ഇദ്ദേഹത്തിന് നീ വിട്ടുവീഴ്ച നൽകണമെന്ന് മലക്ക് നമ്മെ കൊണ്ടുപോയി പറയുകയാണ്. അപ്പോൾ ഫദ്ഹബ് ബിഹി ഇലൽ ജന്ന, അല്ലാഹു പറയാണ് ഈ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകൂ. തസ്ബീഹ് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം സുബ്ഹാന റബ്ബിയൽ അഅല. മഗ്രിബിന്റെ മുമ്പും സുബഹിക്ക് മുമ്പും ഒക്കെ തസ്ബീഹ് നമ്മൾ ചൊല്ലണം. 10 മിനിറ്റ് തസ്ബീഹ് ചൊല്ലുന്നതിൽ എത്രയോ പ്രതിഫലങ്ങളെ നമുക്ക് വാരിക്കൂട്ടാനാകും. നമ്മുടെ മനസ്സതിനെ പാകപ്പെടുത്തിയെടുക്കണം എന്നേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്തിന്റെ ആയത്തിന്റെ വിശദീകരണം മാത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 3 ആയത്തിലേക്ക് എത്താൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ബാക്കിയുള്ള ആയത്തുകൾ പറയണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.